സാർ ഈ ഇതിനകത്ത് ചില മേഖലകളിലും മിക്കവാറും എല്ലാ മേഖലയിലും പണം കൊടുത്തതിൻ്റെ കണക്കുകളെല്ലാം ഉണ്ട്. അതിനകത്ത് നികുതിയുടെ കാര്യത്തിനകത്ത് ആകെ പെർഫോമൻസ് മോശമായി എന്നുള്ള അഭിപ്രായം സർക്കാരിനില്ല. GST വന്നതിന് ശേഷമുള്ള പരിമിതികളുണ്ട്. ഇവിടെ അങ്ങ് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. രണ്ടുപേര് പറഞ്ഞു ഈ വർഷം നികുതി വന്നപ്പോൾ ഫാക്ട് ഷീറ്റിനകത്ത് പറഞ്ഞു 2.5% കാര്യം കറക്റ്റാണ്. പക്ഷേ 965 കോടി രൂപ കേരളം കളക്ട് ചെയ്തത് നമ്മുടെ കളക്ഷനിൽ നികുതിയിൽ കളക്ഷനുണ്ട്, റവന്യൂ ഉണ്ട്. കളക്ഷനകത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ വരുന്നതാണ് റവന്യൂ. 965 കോടി രൂപ കേന്ദ്രം പിടിച്ചു. അതെന്ന് പറഞ്ഞാൽ IGST പൂളിൽ നമ്മളെപ്പോഴും പറയുന്ന പ്രശ്നമാണ്. IGST പൂളിൽ നിന്ന് 36,000 കോടി രൂപ ഏതോ സ്റ്റേറ്റുകൾ അധികമായി കൊണ്ടുപോയി. ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട് കേരളത്തിന് വലിയ നഷ്ടമുണ്ട് IGST പ്രശ്നത്തിൽ. ഇതുവരെ ആ പ്രശ്നം തീർന്നിട്ടില്ല. 965 കോടി രൂപ കേരളത്തിൻ്റെ പിടിച്ചു. അതും ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ്. അത് തിരിച്ചു തരണമെന്ന് പറയാനും നമ്മൾ പോയി കണ്ടിരുന്നു. ആ 965 കോടി രൂപയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം 10% നമുക്ക് ഗ്രോത്ത് ഉണ്ടായത്. അത് പോയതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ശരിയാണ്. ആ ഫാക്ട് ഷീറ്റിനകത്ത് ഈ 965 കോടി പോയതിന് ശേഷമാണ് നമ്മുടെ കളക്ഷൻ്റെ കാര്യത്തിന് ആ വർധന വന്നിട്ടുണ്ട്. സാർ ഇവിടെ നമ്മൾ ഈ സർക്കാർ വന്നപ്പോൾ പൊതുവിലുള്ള കാര്യങ്ങളും ചെലവിൻ്റെ കാര്യത്തിനകത്തൊക്കെ കുറവൊന്നും വന്നിട്ടില്ല എന്നുള്ളതും കൂടി പറഞ്ഞു തന്നിട്ട് സാർ നമ്മൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണല്ലോ ഏറ്റവും വലിയ ചിലവ് എന്നൊന്നും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 9,011 കോടിയാണ് സാർ അതിൻ്റെ ചിലവ്. ഒന്നാം പിണറായി സർക്കാർ 35,054 കോടി രൂപ ചിലവാക്കി. ക്ഷേമ പെൻഷൻ രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ 42,841 കോടി രൂപ ചിലവായി. 50,000 കോടിയിലേക്ക് എത്തും. എന്തായാലും അവിടെ ഒരു കുറവും വരില്ല, കുടിശ്ശികയും വരില്ല. അവരുടെ കാര്യം മെച്ചമായിട്ട് നോക്കിയിട്ടല്ലാതെ സർക്കാർ മുന്നോട്ട് പോവില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല സാർ. KSRTCയുടെ കാര്യത്തിൽ 1,466 കോടിയാണ് UDFൻ്റെ സമയത്ത് കൊടുത്തത്. 5,002 ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത്. 7,830 കോടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു 10,000 കോടിയിലേക്ക് എത്തും. അപ്പോൾ ഇതിനകത്ത് കൂടാതെ KSRTC ബസ് സ്റ്റാൻഡുകളും മറ്റും പല സ്ഥലത്തും പണിയുന്നുണ്ട്. അത് ഇതിനകത്ത് വരില്ല. അപ്പോൾ അതിനകത്ത് KSRTC ഓണ സമയത്ത് സാധാരണ സാർ എവിടെയെങ്കിലും സാധാരണഗതിയിൽ പണ്ടൊക്കെ ഉള്ള പോലെ സമരം കണ്ടായിരുന്നോ? ഓണം കിട്ടിയില്ല, ശമ്പളം കിട്ടിയില്ല, പെൻഷൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും അത് കിട്ടുന്നതാണ് സാർ. ജൽജീവൻ മിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സാർ. SC/STയുടെ കാര്യത്തിനകത്ത് സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു സാർ. ഈ സ്വർണം കൊടുക്കുക എന്നുള്ളതല്ല, അതിന് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതിന് തുക കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SC/ST സ്കോളർഷിപ്പിൽ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിവരം. ഞാൻ ആ വിവരമാണുള്ളത്. അല്ല ഈ സ്വർണ്ണ നാണയം കൊടുക്കുന്നില്ല. പക്ഷേ സാർ സ്കോളർഷിപ്പിൽ പണം കൊടുത്തതിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കരുത്. ആ ഒരു മേഖലയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. പാവപ്പെട്ട മനുഷ്യന് പണം കൊടുക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സാർ. SC/ST മേഖലയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 2,069 കോടിയാണ് കൊടുത്തത് 5 വർഷം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 3,853 കോടി കൊടുത്തു സാർ. ഈ സർക്കാർ 4.25 വർഷം കൊണ്ട് 5,126 കോടി രൂപയാണ് SC/ST മേഖലയിലെ ഈ OEC സ്കോളർഷിപ്പ് കൊടുത്തത് സാർ. മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനാണ് സംസാരിച്ചത്. ഞാൻ 18/9/2025 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചോദ്യത്തിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു തന്ന മറുപടി, ഈ നിയമസഭയിൽ തന്ന മറുപടിയാണ് ഞാൻ വായിച്ചത്. ഇത്രയും കുടിശ്ശികയുണ്ട്, അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാമെന്ന്? ഈ മന്ത്രി, നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഈ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക തന്ന കണക്കാണ് ഞാൻ വായിച്ചത്. അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാണ്? അല്ല, അതിനു മുമ്പ് മറ്റ് സംസാരിച്ച ആളുകളും ഭീമമായ തുക എന്ന് പറഞ്ഞു. അങ്ങ് പറഞ്ഞ തുകയെല്ലാം കൂടി ഞാൻ കൂട്ടി 10,200 ചില്ലാനും കോടിയാണുള്ളത് സാർ. 100-200 കോടി രൂപയുടെ ഈ സമയത്ത് ചില കുടിശ്ശികകൾ ലാസ്റ്റ് മന്തിലേക്ക് കൊടുക്കാൻ കാണും, ഇല്ലെന്നല്ല. പക്ഷേ ആകെ കൊടുത്ത് നോക്കുമ്പോൾ അറിയാലോ, അതായിട്ട് മാറ്റി വെക്കുമോ സാർ? 5,126 കോടി രൂപ 4 വർഷം കൊണ്ട് കൊടുത്ത ഒരു സർക്കാർ ഈ 100-200 കോടി കൂടി കണക്കും ബില്ലും വന്നാൽ വരും. അതിനകത്ത് ഞങ്ങൾ ഈ ശ്രീ കേളു മിനിസ്റ്ററും ആ വകുപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ പഴയ ബില്ലുകൾ വളരെ ലേറ്റായിട്ട് റേസ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് പല വകുപ്പിലും. അത് കറക്റ്റാക്കണം. പക്ഷേ ഈ 5,200 കോടി കൊടുത്തു എന്നുള്ളത് എത്ര വലിയ തുകയാണ്. ഈ 1,250 കോടിയെങ്കിലും ഒരു വർഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കാരണവശാലും SC/ST അതുപോലെ OEC ഏറ്റവും ദുർബലരായ ആളുകളുടെ പണത്തിന് യാതൊരു തടസ്സവും വരില്ല എന്നുള്ള കാര്യം ഈ സഭയിൽ ഉറപ്പ് നൽകാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സാർ. സാർ, ഈ ഗ്രാൻഡ് ഉൾപ്പെടെ എല്ലാം ഞാൻ ഈ പറയുന്നത് സാർ. മറ്റ് സ്കൂൾ പാചക തൊഴിലാളിയും പ്രീ പ്രൈമറി നെല്ല് സംഭരണമൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല സാർ. വിപണി ഇടപെടലിന് ഉൾപ്പെടെ റേഷൻ സബ്സിഡിക്ക് ഉൾപ്പെടെ എല്ലാ മേഖലയിലും വലിയ തോതിൽ പണം അധികം കൊടുത്തതിൻ്റെ കണക്കുകളുണ്ട്. ഞാനതെല്ലാം സമയമെടുത്തിട്ട് വായിക്കുന്നില്ല സാർ. ഇത് ഈ എല്ലാ മേഖലയും നമ്മൾ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു സർക്കാരാണ്. എന്നാൽ നമ്മൾ വലിയ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അത് കളക്റ്റീവായിട്ട് നേരിടേണ്ടതാണ്.
സാർ ഈ സഭയിൽ തന്നെ GST സംബന്ധിച്ച് നമ്മൾ ഒരു ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഇനിയും അടുത്ത ഒരാഴ്ച ഉണ്ടല്ലോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ കാര്യത്തിനകത്ത് താല്പര്യമുണ്ടെങ്കിലും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ 8 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഇനിയായാലും ആ കാര്യത്തിന് കളക്റ്റീവായിട്ടുള്ള മുന്നോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും വലിയ നികുതി കുറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ ഏത് സർക്കാരായാലും പ്രതിസന്ധിയിലാവും. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവരുത്. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, പക്ഷേ നമുക്കിത് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. ഇപ്പം തന്നെ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് 3.82 ആയിരുന്നെങ്കിൽ അത് കുറഞ്ഞിപ്പോൾ 1.92 ഉള്ളൂ. 1.92 എന്ന് പറഞ്ഞാൽ 27,000 കോടി രൂപയാണ്. ആ 27,000 കോടിയുടെ ഇരട്ടി കിട്ടേണ്ടതാണ് കേരളത്തിന് കിട്ടാതിരിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വരുമ്പോൾ ഒക്ടോബറിൽ വരുമെന്നാണ് സർ കണക്ക്. 31-ാം തീയതി ഒക്ടോബറിലാണ്, ഈ മാസം അവസാനമാണ് സാധാരണ റിപ്പോർട്ട് വരേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത 5 വർഷം എന്താവും. പക്ഷേ ആ പണം മാത്രമാണ് സാർ. ബോറോയിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നികുതിയുടെ കാര്യത്തിൽ നമുക്ക് ഈ 41% ഇന്ത്യയുടെ 41 താഴോട്ട് കൊടുക്കുന്നതിന് 41% തരുമ്പോൾ തന്നെ സെസ് സർചാർജ് അവർ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗം നമുക്ക് തരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ 31-32% കിട്ടുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നതിന് രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഈ സഭ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മളിതിനകത്തൊരു വലിയ ബാലൻസിങ് ട്രപ്പീസാണെന്ന് പറയാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്? ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട് കൊണ്ടുപോകുക. നമ്മുടെ വലിയൊരു പ്രതീക്ഷയുണ്ട് സാർ. നമ്മൾ ഇവരെന്ത് പറഞ്ഞാലും കീഴ്പ്പെടാൻ പോകരുത് എന്നുള്ളതാണ്. കേരളീയൻ എന്ന നിലയിൽ കേരളത്തിലെ ഓരോരുത്തരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കേരളം അങ്ങനെയുള്ള ഒരു ശ്വാസം മുട്ടിക്കലും പിന്നെ കീഴ്പ്പെടാൻ പാടില്ല. അതിനകത്ത് നമുക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല.